Dear students, welcome to another class of SSLC focus area revision of mathematics. And today we are going to discuss our 10th chapter, that is polynomial. Polynomial എന്ന് പറയുന്ന chapter സാധാരണ രീതിയിൽ സ്റ്റുഡൻസ് ടഫ് കാറ്റഗറിയിൽ പെടുത്താറുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ്. ആക്ച്വലി ഇത് ചാപ്റ്റർ ഈസ് വെരി സിമ്പിൾ. വളരെ സിമ്പിൾ ചില കോൺസെപ്റ്റുകളാണ് നമുക്ക് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ ചിലത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് അത് ഒരു ടഫ് ചാപ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതിൽ ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെ കണ്ടന്റുകളാണ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 3 സെഷൻസ് ആണ് ചാപ്റ്ററിലുള്ളത്. അതിൽ 2 സെഷനാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ, if p of x is equal to q of x into r of x, then q of x and r of x are factors of p of x. The second one, x minus 1 is a factor of p of x minus p of a. These two are the main content in focus area. So, നമുക്ക് ഓരോ കോൺസെപ്റ്റ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Are you ready? നോക്കാം നമുക്ക്. The first one. ആ ഫസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, കൃത്യമായി ശ്രദ്ധിക്കാം. കൺഫ്യൂഷൻ വരാവുന്ന ടോപ്പ് സെക്ഷനിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തേൽ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. ദിസ് ഇസ് നത്തിങ് ബട്ട് p of x, let p of x is equal to, let p of x is represented as the product of two polynomials, that is q of x and r of x. Okay, q of x നെ p of x നെ q of x എന്ന് പറയുന്നതും r of x എന്ന് പറയുന്നതുമായിട്ടുള്ള 2 പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി എന്ന് വിചാരിക്കാം, like this. Then here the concept explains that q of x and r of x are the factors of p of x. That means these two are the factors of p of x. p of x ന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. എന്താ ഈ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ഫാക്ടർ എന്ന് പറയാം. നമ്പറിൽ നമ്മൾ അങ്ങനെ പറയാം. പോളിനോമിയലും അത് തന്നെയാണ് മീനിങ്. പക്ഷേ ആ ഒരു സെൻസിൽ അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്റ്റിലല്ല നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഡീൽ ചെയ്യുന്നത് നമ്മൾ ഒരു പോളിനോമിയലിനെ 2 പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റായിട്ട് എഴുതിയാൽ then these two are called the factors of p of x. ഇത് രണ്ടാൾക്ക് മാത്രമല്ല ശരിയാവുക, അതിലധികവും ശരിയാവും. പക്ഷെ നമ്മുടെ സിലബസ് അത്രത്തോളം പറയാത്തതുകൊണ്ട് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യണ്ട. ഞാനിത് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ സപ്പോസ് ഞാൻ 15 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 5 into 3 എന്ന് എഴുതി എന്ന് വിചാരിക്കാം. സോ ഹിയർ the number 15 is represented as the product of 5 and 3. Then two numbers 5 and 3. And we know both 5 and 3 are the factors of 15. അല്ലേ? ഈ 5ഉം 3ഉം എന്താണ്? ഫാക്ടേഴ്സ് ആണ്. ആരുടെ ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സ് ഓഫ് 15. മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് ഫാക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരാളെ അയാളുടെ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയും. ഒരു പോളിനോമിയലിനെ അവരുടെ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയും. തിരിച്ചു പറഞ്ഞാൽ, if a polynomial is represented as the product of two other polynomials, then these two polynomials are called the factors of the original polynomial or the starting polynomial p of x. Or in the case of numbers, if a number is represented as the product of two numbers, then these two are called the factors of this number. Factor അല്ലാത്താക്കി ഇയാൾക്ക് നടക്കോ? നോക്കാം നമുക്ക് 15 എന്ന് പറയുന്ന നമ്പറിനെ 7 into ഒരു നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് എഴുതാൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ടാണ് എഴുതാൻ കഴിയാത്തത്? സിൻസ് 7 is not a factor of 15. 7 15ന്റെ ഫാക്ടർ അല്ല. അതായത് ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഫാക്ടേഴ്സിന് മാത്രമേ പോസിബിൾ ആവുള്ളൂ.
So the first concept explains that, അല്ലെങ്കിൽ states that, if P of x is represented as Q of x into R of x, then these two are the factors. നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞ പോലെ സിമ്പിളാണ്. നമ്പേഴ്സിൽ പറഞ്ഞ അതേ കോൺസെപ്റ്റാണ് പോളിനോമിയലും ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ടേഴ്സിന് മാത്രം ഹാപ്പൻ ചെയ്യുന്നൊരു കണ്ടീഷനാണിത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ സെഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തത്. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റായിട്ട് എഴുതുന്നവരാണെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതിലുള്ള ചോദ്യം രണ്ട് രീതിയിൽ ചോദിക്കലുണ്ട്. ഒന്ന്, ഫാക്ടേഴ്സ് കാണാൻ വേണ്ടി പറയും. രണ്ട്, പ്രൊഡക്റ്റായി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഈ പ്രൊഡക്റ്റായി റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും ഫാക്ടേഴ്സ് തന്നെയാണ്. കാരണം ഈ രണ്ടാൾക്കാരാണ് പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകൾ. അവർ രണ്ടാൾക്കാരും ആരാ? ദേ ആർ ദി ഫാക്ടേഴ്സ്, റൈറ്റ്? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ള. ഒരു ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ നമ്മുടെ ചാപ്റ്ററിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ പറ്റി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നോക്കണ്ട. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പോളിനോമിയൽ എടുത്തു എന്ന് വിചാരിക്കാം, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഓക്കെ, ഞാൻ പി ഓഫ് ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് ലൈക്ക് എക്സ് സ്ക്വയർ മൈനസ് 1. എങ്ങനെയാണ് ഒരു പോളിനോമിയലിൻ്റെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. നോർമലി ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. രണ്ടും ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ബേസിക് ഐഡിയ ആണ്, മനസ്സിലാക്കി നോക്കാം. ദെൻ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലതിൽ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആ ചിലത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലുക്ക് അറ്റ് ദിസ് വൺ. ഇറ്റ്സ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ടേം എക്സ് സ്ക്വയർ. പക്ഷേ ഇതിൽ എക്സിൻ്റെ ടേം ഇല്ലല്ലോ. ഇല്ല, എക്സ് സ്ക്വയറും കോൺസ്റ്റന്റ് ടേമേ ഉള്ളൂ. പക്ഷെ സാധാരണ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അങ്ങനെ അല്ലല്ലോ ഉണ്ടാവില്ല. അല്ല, എക്സ് സ്ക്വയർ ഉണ്ടാകും, എക്സ് ഉണ്ടാകും, കോൺസ്റ്റന്റ് ടേം ഉണ്ടാകും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇതിനെ ദിസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ശരിയല്ലേ? കാരണം 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്ങനെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ നോക്കാം നമുക്ക്. വി ഹാവ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ശരിയല്ലേ? Now you look at this. Now it is of the form a square minus b square. Ready അല്ലേ? എക്ക് പകരം എക്സും ബിക്ക് പകരം 1ഉം. സോ അതേ ഫോർമുല. Then it can be represented as a plus b. A means x and b means 1. So a plus b means x plus 1 into a minus b, that is x minus 1. ആരെയാ നമ്മൾ എഴുതിയത്? ഇയാളെയാണ് എഴുതിയത്. ഇയാളെ അല്ലെങ്കിൽ ഇയാളെ, രണ്ടും തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? എക്സ് സ്ക്വയർ മൈനസ് 1നെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതി അല്ലേ? നമ്മളിവിടെ പറഞ്ഞാൽ എന്താ? പി ഓഫ് എക്സിനെ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാ എക്സ് സ്ക്വയർ മൈനസ് 1നെ ഇത് ഇൻറ്റു ഇയാളെന്ന് പറഞ്ഞാൽ, പ്രൊഡക്റ്റ് ആയിട്ട് പറഞ്ഞാൽ, ദീസ് ടു ആർ കോൾഡ് ദ ഫാക്ടേഴ്സ്. So here x plus 1 and x minus 1 are called the factors of x square minus 1. Okay, so here these two are called the factors. കാരണം എന്താ? പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയോ ഫാക്ടേഴ്സാ. ഓക്കെ, വേറെ പ്ലസ് ഒന്നും വരരുത്, അങ്ങനെ വന്നാൽ ഫാക്ടേഴ്സ് ആവില്ല. പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയോ ഫാക്ടേഴ്സാ. ഫാക്ടേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. And look at another example. Suppose something like x square minus 9. This can be represented as x square minus 3 square. കാരണം എന്താ? 3 square എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ? So x square minus 9 can be represented as x square minus 3 square. എടാ, ഈ x square minus 3 square എന്ന് പറഞ്ഞാൽ it is of the form a square minus b square, right? അല്ലേ? And that can be converted into a plus b into a minus b. So using that concept, it can be converted into x plus 3 into x minus 3. അല്ലേ? എക്ക് പകരം 3 ആണ്, എക്സിന് പകരം എക്സ് തന്നെയാണ്. സോ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്നായി മാറി അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എക്ക് പകരം എക്സ്, ബിക്ക് പകരം 3. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി. ഇത് ആരെയാണ് എഴുതിയത്? എക്സ് സ്ക്വയർ മൈനസ് 9നെയാണ് അല്ലേ? സോ ദിസ് എക്സ് സ്ക്വയർ മൈനസ് 9 ഈസ് റെപ്രസെൻറ്റഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് 2.
രണ്ടാൾക്കാരുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ദെൻ ദീസ് ടു ആർ കോൾഡ് ദി ഫാക്ടേഴ്സ്. നമുക്കറിയാം പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയോ അവർ ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകളിൽ സ്പെഷ്യൽ കേസാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത സംശയം, ഇങ്ങനെ അല്ലെങ്കിൽ എന്താ? ഇങ്ങനെ അല്ലെങ്കിൽ എന്ത്? അതായത് സാധാരണ ഒരു സെക്കൻഡ് ഡിഗ്രി ആണ് വരുന്നതെങ്കിലോ, ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കേ, സപ്പോസ് കൺസിഡർ എ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. ഇറ്റ്സ് എ പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇത് സാധാരണ ഒരു സെക്കൻഡ് ഡിഗ്രി പോലെയാണ്. കാരണം എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എക്സ് സ്ക്വയർ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, എക്സിൻ്റെ ഇതില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. ഇനി ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക നോക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് അതിലേക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ വഴിയുണ്ട് കേട്ടോ. ആ സിമ്പിൾ വഴിയാണ് നമ്മുടെ സിലബസിൽ പഠിപ്പിക്കുന്നത്. നോക്കുക, വളരെ എളുപ്പമാണ്. നിങ്ങൾ 2 നമ്പേഴ്സ് സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്യാം. ആ 2 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. ആ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ ഉണ്ട് നിങ്ങൾക്ക്. ഒന്നല്ല, 2 ക്ലൂ ഉണ്ട്. ഒന്ന് പിയും ക്യൂ ആണ് 2 നമ്പേഴ്സ് വിചാരിക്കാം. ഞാൻ വെറുതെ വിളിച്ചതാ. ആ പിയും ക്യൂവും കൂടി കൂട്ടിയാൽ, ആഡ് ചെയ്താൽ, we will get the coefficient of x. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് കിട്ടണം, അതായത് 7 കിട്ടണം. രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്താലോ, it should be equal to the constant term. ഇതായിരിക്കണം. That means it should be equal to 10. So can you find 2 numbers in which the sum is 7 and the product is 10? No. Yes, we have. That they are 5 and 2. അല്ലേ? 5ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 7 ആണ്, 5ഉം 2ഉം കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ 10 ആണ്. സോ വി ഹാവ് 2 നമ്പേഴ്സ് 5 and 2. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫാക്ടേഴ്സ് എഴുതാന്നുള്ളത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. സിമ്പിളാണ്. എന്താണെന്ന് അറിയോ, 5 അല്ല ഒരു ഫാക്ടർ. ഈ നമ്പർ എക്സിൻ്റെ കൂടെ ഇതേ സൈൻ ഇട്ട് എഴുതാം. പ്ലസ് ആണേ പ്ലസ്, മൈനസ് ആണേ മൈനസ്. സോ ദാറ്റ് മീൻസ് 1 factor is x plus 5 and the second number is 2. So the second factor is x plus 2. Clear? So that means x plus 5 and x plus 2 are the factors. X plus 5 and x plus 2 are the factors. Simple ആണ് അല്ലേ? അപ്പോൾ ഈ രീതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എസ്പെഷ്യലി എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് 1 ആകുന്നതിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യനെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ. ക്ലിയർ? ഓക്കെ, ശ്രദ്ധിക്കാം. അല്ലാത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും 3rd സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉള്ളതല്ല. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് 1 ആയത് മാത്രമേ നമുക്ക് ചോദിക്കുള്ളൂ. അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല, സിമ്പിളായിട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ട്രൈ നോക്കാം. Write the second degree polynomial given below as the product of 2 first degree polynomial. Okay, find also the solution of the equation p of x is equal to 0 in each. ആ സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇൻ ഈച്ച് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്ക് 3rd സെഷനുമായി ബന്ധപ്പെട്ടതാണ്. ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ല. സോ അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, അതായത് ഇയാളെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് ഇതാണ് പറഞ്ഞത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ യൂസ് ചെയ്ത ടേം കണ്ടോ. റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഗിവൺ ബിലോ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് ഇതാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ നമ്മൾ പൊതുവെ പഠിച്ചത് ഫാക്ടേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഫാക്ടേഴ്സ് ചോദിക്കൽ ചിലപ്പോൾ അങ്ങനെയാണ്. 2 ആൾക്കാരുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ് പോളിനോമിയൽ ഈസ് റെപ്രസെന്റഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് x plus 5 and x plus 2. അതായത് ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്താൽ ഇത് കിട്ടും. സംശയം മൾട്ടിപ്പിൾ ചെയ്ത് നോക്ക്. എക്സ് ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 ദാറ്റ് ഈസ് 2x, 5 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് 5x, 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് 10. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 7x. സോ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 അല്ലേ? നോക്ക്, റെഡിയാണ്. സോ ദിസ് പോളിനോമിയൽ ഇസ് റെപ്രസെന്റഡ് ആസ് ദീസ് 2 പ്രോഡക്റ്റ് ഓഫ് ദീസ് 2 പോളിനോമിയൽസ്. And we know these 2 polynomials are the factors of this polynomial.
സോ പ്രൊഡക്റ്റായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന രൂപത്തിലേക്ക് എഴുതുക. സോ ഹിയർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രൊഡക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് നമ്മൾ ഫാക്ടേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫാക്ടേഴ്സ് രണ്ട് രീതിയിൽ ചോദിക്കട്ടോ. ഒന്നെങ്കിൽ നിങ്ങളോട് പ്രൊഡക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് പറയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ. സോ നോക്കുക അവിടെ. ലുക്ക് അറ്റ് ദിസ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. P of x is equal to x square minus 7x plus 12. This is our first question. X square minus 7x plus 12. So ഇതിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ട് നമ്പേഴ്സ് സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്യണം അല്ലേ? അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടേണ്ടത്? എക്സിൻ്റെ കോഎഫിഷ്യന്റ് -7. 7 അല്ല കേട്ടോ, -7 ഇൻക്ലൂഡിങ് ഇറ്റ് സൈൻ, ചിഹ്നം അടക്കം എടുക്കണം. ആൻഡ് പ്രൊഡക്റ്റ് PQ 12 കിട്ടണം. സമ്മ് -7ഉം പ്രൊഡക്റ്റ് 12ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. ക്യാൻ യു ഫൈൻഡ് സച്ച് നമ്പേഴ്സ്? കിട്ടുമോ? ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? പ്രൊഡക്റ്റ് 12 കിട്ടുന്ന നമ്പേഴ്സൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക. 1 12, 2 6, 3 4. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? സമ്മോ ഡിഫറൻസോ -7 കിട്ടു നോക്കാം. എന്തിനാ ഈ സമ്മോ ഡിഫറൻസോ? സമ്മല്ല പറയണേ. ചിലപ്പോൾ സമ്മ് എന്ന് പറയുന്ന ആൾ ഡിഫറൻസ് ആയി മാറും. അതെങ്ങനെയാ? ലുക്ക് അറ്റ് ദിസ്. -3ഉം 2ഉം കൂടി ആഡ് ചെയ്യുക. ഞാൻ സമ്മ് എന്നാണ് ഉദ്ദേശിച്ചത്, ആഡ് ചെയ്യുക. പക്ഷെ ഇതിന് ആൻസർ എത്രയാണ്? ഇറ്റ്സ് -1. അതായത് 3ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത്. അപ്പോൾ സമ്മ് ചിലപ്പോൾ ഡിഫറൻസ് ആവും. അതുകൊണ്ടാണ് പറഞ്ഞത് സമ്മോ ഡിഫറൻസോ -7 കിട്ടുന്നുണ്ടോ നോക്കുക ഏതെങ്കിലും സിറ്റുവേഷനിൽ. ഇതിലാരുണ്ടാവുക? ഇത് സമ്മും ഡിഫറൻസും 7 എത്തൂല, ഇതും എത്തൂല. ഇതെത്താൻ ചാൻസ് ഉണ്ട് 3ഉം 4ഉം. സമ്മ് ചെയ്യുമ്പോൾ 7 കിട്ടുന്നുണ്ട്. ഇനി -7ലേക്ക് എത്തിച്ചാൽ മതിയല്ലോ. നോക്കാം നമുക്ക്. ഓക്കെ, സോ 3ഉം 4ഉം ആണെന്ന് മനസ്സിലായി. പക്ഷേ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടതുണ്ട്. കാരണം നമുക്ക് സൈന് ഇവിടെ -7 ആണ്. സോ 3ഉം 4ഉം ഇതെങ്ങനെ എടുത്താലാടാ പ്രൊഡക്റ്റ് 12ഉം സമ്മ് -7 സമ്മ് -7 ആവണമെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, മൈനസ് വരണം. ഒന്നെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ വലുത് നെഗറ്റീവ് ആവണം. പ്രൊഡക്റ്റ് പോസിറ്റീവ് വരണമെങ്കിൽ ഒന്ന് രണ്ടും പോസിറ്റീവ്, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്. രണ്ടും പോസിറ്റീവ് ആയാൽ ഒരിക്കലും സമ്മ് -7 കിട്ടൂല. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടും നെഗറ്റീവാണ്. രണ്ടും നെഗറ്റീവ് ആണ്. എന്താ സംഭവിക്കുക? -3 -4ഉം ആഡ് ചെയ്താൽ -7, -3 -4ഉം മൾട്ടിപ്പിൾ ചെയ്താൽ +12. നെഗറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണല്ലോ. സോ അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കിട്ടി. നമ്പേഴ്സ് ആരൊക്കെയാണ്? -3 -4ഉം. സോ അങ്ങനെയാണെങ്കിൽ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? x -3 into x -4. These are the factors, and this form, ഈ ഒരു ഫോമിൽ normally represented this polynomial as the product of two first degree polynomial x -3 and x -4. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഇതെന്താണോ സൈന് അതേ സൈൻ അവിടെ വെക്കുക. അങ്ങനെയാണ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യുക. അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് ചെയ്താൽ. Now look at one more question. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, P of x is equal to x square plus 7x plus 12. ഇങ്ങനെയാണ് നമ്പർ ഉള്ളത്. രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യണം. അവരുടെ സമ്മ് എന്ന് പറയുന്നത് 7 ആയിരിക്കണം. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം 12 ആയിരിക്കണം. ഇതന്നല്ലേ നേരത്തെയും ചെയ്തത് നോക്കണ്ട. നേരത്തെ ചെയ്തപ്പോൾ അവിടെ -7 ആയിരുന്നു സമ്മ്, പക്ഷെ ഇവിടെ +7 ആരോടാ ഈ ആഡ് ചെയ്താൽ 7ഉം മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 12ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഉള്ളത്? ഇറ്റ്സ് സിമ്പിൾ, 3 and 4 അല്ലേ? 3ഉം 4ഉം ആണ്. ആഡ് ചെയ്താൽ 7, മൾട്ടിപ്പിൾ ചെയ്താൽ 12. അപ്പോൾ ഫാക്ടേഴ്സ് ആരാണ്? ഫാക്ടേഴ്സ് എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന രൂപത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യാനാണ്. സോ ദേ ആർ കോൾഡ് ഫാക്ടേഴ്സ് അല്ലേ? സോ x+3 x+4 ആണ് ഫാക്ടേഴ്സ്. അവരെയാണ് അവരുടെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി. സിമ്പിളായിട്ട് ഇതാ. ക്ലിയർ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സെഷൻ, ഒന്നാമത്തെ കോൺസെപ്റ്റ്. അത് ക്ലിയർ ആയല്ലോ? ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ? ഇല്ല. ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ ചോദ്യം റെപ്രസെന്റ് ഇറ്റ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. അത് ചോദിച്ചാൽ ഇതാണ് ആശയം. നൗ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് കോൺസെപ്റ്റ്. മിക്കവാറും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ഈ സെക്കൻഡ് കോൺസെപ്റ്റ് ആണ്. ശ്രദ്ധിക്കുക, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സെക്കൻഡ് കോൺസെപ്റ്റ് എന്താ പറയണമെന്ന് അറിയാം? x minus a is a factor of p of x minus p of a.
x minus a is a factor of p of x minus p of a. ഇവിടെ നിന്ന് കുറച്ചൊന്ന് ആലോചിക്കണം. ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, റിവിഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചാപ്റ്റർ എടുക്കുമ്പോൾ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഈ പറഞ്ഞതിൽ നിന്ന് എക്സ് മൈനസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ന് പറഞ്ഞൂടെ അല്ലേ? ഞാൻ എന്റെ സ്ഥാനത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു? 2 എന്ന് കൊടുത്തു. അപ്പൊ എക്സ് മൈനസ് എ എന്നുള്ളത് എക്സ് മൈനസ് 2 ആയിട്ട് മാറും. ഇസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ എന്നുള്ളത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ആയിട്ട് മാറും. അതായത് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് ആരുടെ ഫാക്ടറാ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2ന്റെ ഫാക്ടറാ. അപ്പൊ എക്സ് മൈനസ് 10 എന്ന് പറയുന്നത് ആരുടെ ഫാക്ടറാ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 10ന്റെ ഫാക്ടറാ. ഇപ്പൊ ഐഡിയ മനസ്സിലായോ? ഇതാണ് സെക്കൻഡ് കോൺസെപ്റ്റ്. സെക്കൻഡ് കോൺസെപ്റ്റ് ഇതാ. ഇവിടെ നിങ്ങൾക്ക് പല രീതിയിൽ ചോദിക്കാം. ഒന്ന്, നിങ്ങളോട് ചോദിക്കും ചിലപ്പോ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3യുടെ ഫാക്ടർ ആരാന്ന് ചോദിക്കും. ഫൈൻഡ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3ന്റെ ഫാക്ടർ ആരാ? എക്സ് മൈനസ് 3. സിമ്പിൾ ആണ് അല്ലേ? ഈ എക്സും ഈ 3യും എക്സ് മൈനസ് 3 അതാണ് ഫാക്ടർ അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഈ 3ന്റെ ഓപ്പോസിറ്റ് സൈൻ എക്സിന്റെ കൂടെ ചേർക്കുക. സോ എക്സ് മൈനസ് 3 ഇസ് എ ഫാക്ടർ. കാരണം ഇതാണ് എക്സ് മൈനസ് 2 ഫാക്ടർ ആവലപ്പയാ ആർക്കാ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2ന്. എക്സ് മൈനസ് 10 ആർക്കാ ഫാക്ടർ ആവുക? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 10ന്. അപ്പൊ എക്സ് മൈനസ് 3 ആർക്കാ ഫാക്ടർ ആവുക? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3ക്ക്. ഇതാണ് സെക്കൻഡ് കോൺസെപ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് കോൺസെപ്റ്റിൽ ഒന്ന് നമ്മളോട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യാ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3യുടെ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. രണ്ടാമത് ചോദിക്കുന്നത് ഈ ഒരു ഇത് ഒന്ന് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ എന്നല്ലേ? അതായത് പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് എ സബ്ട്രാക്ട് ചെയ്യാന്നല്ലേ അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്തുകൂടെ എന്ന് ആലോചിച്ച് നോക്കിയാൽ, പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് എ സബ്ട്രാക്ട് ചെയ്താൽ എക്സ് മൈനസ് എ ഫാക്ടർ ആവും. എങ്ങനെ? പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് എ സബ്ട്രാക്ട് ചെയ്താൽ, അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ സബ്ട്രാക്ട് ചെയ്താൽ എക്സ് മൈനസ് എ ഫാക്ടർ ആവും. അതെ, ശരിയാണ്. പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് 2 സബ്ട്രാക്ട് ചെയ്താൽ എക്സ് മൈനസ് 2 ഫാക്ടർ ആവും. പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് 10 സബ്ട്രാക്ട് ചെയ്താൽ എക്സ് മൈനസ് 10 ഫാക്ടർ ആവും. അങ്ങനെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ, ഇൻ ഈച്ച് പെയർ of polynomials given below, find the number to be subtracted from the first to get a polynomial for which the second is a factor. That means we have, for the first question, we have a polynomial, let it be p of x is equal to x square minus 3x plus 5. Here the question is to find the number subtracted from this polynomial to get x minus 4 as a factor. അതായത് പി ഓഫ് എക്സിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്താലാണ് എക്സ് മൈനസ് 4 ഒരു ഫാക്ടർ ആവുക എന്നാണ് ചോദ്യം. പി ഓഫ് എക്സിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്താൽ എക്സ് മൈനസ് 4 ഒരു ഫാക്ടർ ആവും. ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടിയോ? വളരെ സിമ്പിൾ അല്ലേ? ഞാൻ അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാ. പി ഓഫ് എക്സിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്താലാണ് എക്സ് മൈനസ് 10 ഫാക്ടർ ആവുക? പി ഓഫ് എക്സിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്താൽ എക്സ് മൈനസ് 10 ഫാക്ടർ ആവുക? എക്സ് പി ഓഫ് 10നെ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് 10നെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് എക്സ് മൈനസ് 10 ഫാക്ടർ ആവുക. പി ഓഫ് എക്സിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്താലാണ് എക്സ് മൈനസ് 2 ഫാക്ടർ ആവുക? യെസ്, പി ഓഫ് 2നെ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? സെയിം സെൻസിൽ നിങ്ങൾ ഇത് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്താ? പി ഓഫ് എക്സിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്താലാണ് എക്സ് മൈനസ് 4 ഫാക്ടർ ആവുക? യെസ്, പി ഓഫ് 4നെ സബ്ട്രാക്ട് ചെയ്യണം. പി ഓഫ് 4നെ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് 4നെ സബ്ട്രാക്ട് ചെയ്താൽ വി ക്യാൻ സേ എക്സ് മൈനസ് 4 ഈസ് എ ഫാക്ടർ. എക്സ് മൈനസ് 4 ഈസ് എ ഫാക്ടർ. അതാണ് സെക്കൻഡ് കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചതെന്നറിയോ? വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം പി ഓഫ് എക്സ് ടു ഗെറ്റ് എക്സ് മൈനസ് 4 ആസ് എ ഫാക്ടർ?
എക്സ് മൈനസ് 4 ഫാക്ടർ ആവണമെങ്കിൽ പി ഓഫ് എക്സിൽ നിന്ന് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? വി നോ പി ഓഫ് 4 ഷുഡ് ബി സബ്ട്രാക്റ്റഡ് അല്ലേ? പി ഓഫ് 4 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. എന്താ പി ഓഫ് 4? എങ്ങനെ പി ഓഫ് 4 ഫൈൻഡ് ചെയ്യുക? നിങ്ങൾ 9th പഠിച്ചതാ അല്ലേ? വെരി സിമ്പിൾ കോൺസെപ്റ്റ്. എക്സിന് പകരം 4 കൊടുക്കുക, ബോത്ത് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. സോ എക്സിന് പകരം 4 കൊടുത്താൽ വി വിൽ ഗെറ്റ് 4 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 4 പ്ലസ് 5 അല്ലേ? എക്സ് വരുന്നിടത്തൊക്കെ 4 എന്ന് കൊടുക്കുക. എക്സ് 4 3 ഇൻറ്റു എക്സ്, അപ്പോൾ 3 ഇൻറ്റു 4 പ്ലസ് 5. ആൻഡ് വി നോ 4 സ്ക്വയർ ഇസ് 16 മൈനസ് 3 ഇൻറ്റു 4 ദാറ്റ് ഇസ് 12 പ്ലസ് 5. 16 minus 12 that is 4. So 4 plus 5 that is equal to 9. So 9 should be subtracted എന്ന് നമുക്ക് പറയാം. 9 from p of x to get x minus 4 as a factor. Okay, കാര്യം സിമ്പിൾ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ അവിടെ തീർന്നിട്ടില്ല കേട്ടോ. Find also the second factor of the polynomial got on subtracting the number. അതായത് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞെന്താ? 9 സബ്ട്രാക്ട് ചെയ്യണം എന്നാ. ആരിൽ നിന്ന്? പി ഓഫ് എക്സിൽ നിന്ന് അല്ലേ? ഈ 9 എന്ന് പറഞ്ഞാൽ ആരാ? പി ഓഫ് 4 അല്ലേ? പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് എക്സ് മൈനസ് 4 ഫാക്ടർ ആവുക. അപ്പൊ 9 സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ then the polynomial പോളിനോമിയൽ എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ പോളിനോമിയൽ എങ്ങനെയായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഇതിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യുക? 9 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 9 സബ്ട്രാക്ട് ചെയ്തു, മൈനസ് 9. സോ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 4 എന്ന് വന്നു, 5 മൈനസ് 9. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഇതിൻ്റെ സെക്കൻഡ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഫാക്ടർ ആരാണ്? എക്സ് മൈനസ് 4 ആണ്. കാരണം എക്സ് മൈനസ് 4 ഫാക്ടർ ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ? നമ്മൾ 9 സബ്ട്രാക്ട് ചെയ്തത് എക്സ് മൈനസ് 4 ഫാക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? 9 സബ്ട്രാക്ട് ചെയ്തത് എന്തിനാ? എക്സ് മൈനസ് 4 ഫാക്ടർ ആവാനാ. അപ്പോൾ ഇയാളുടെ ഒരു ഫാക്ടർ ആരാണെന്ന് മനസ്സിലായി? എക്സ് മൈനസ് 4 ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളോട് സെക്കൻഡ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അല്ലേ? ചോദ്യം നോക്കുക. Find the second factor എന്നാ പറഞ്ഞത് അല്ലേ? Also find the second factor of the polynomial. So സെക്കൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി, സാധാരണ നമ്മളെങ്ങനെ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യുക? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3ഉം മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ -4ഉം വരുന്ന 2 നമ്പേഴ്സ് ഉണ്ടോ നോക്കുക. അത് നിങ്ങൾക്ക് പറയാലോ. ആരൊക്കെയാ? ആഡ് ചെയ്താൽ -3, മൾട്ടിപ്പിൾ ചെയ്താൽ -4ഉം കിട്ടുന്ന 2 നമ്പേഴ്സ്. They are -4 and 1. -4ഉം 1ഉം ആഡ് ചെയ്താൽ -3 ആണ്, മൾട്ടിപ്പിൾ ചെയ്താൽ -4 ആണ്. എടാ, ഇത് കണ്ടുപിടിക്കാൻ ചെറിയൊരു ക്ലൂ ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ. കാരണം എന്താ അറിയോ? വി ഹാവ് 1 ഫാക്ടർ x -4. നമുക്ക് ഇവിടുന്ന് നമ്പർ കിട്ടിയതിന് ശേഷം ഇതേ സൈൻ എക്സിൻ്റെ കൂടെ ചേർത്തിട്ടല്ലേ ഫാക്ടേഴ്സ് പറയാറുണ്ടായിരുന്നത്? അതെ. അപ്പോൾ ഇവിടെ -4 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് -4 ഒരു ഫാക്ടർ അല്ലേ? ആണ്. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, എക്സ് -4 ഒരു ഫാക്ടർ ആണെങ്കിൽ -4 ഒരു നമ്പർ അല്ലേ? ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ -4 ആണെന്ന് നേരത്തെ കിട്ടി, സിൻസ് എക്സ് -4 ഈസ് എ ഫാക്ടർ. അപ്പോൾ ഒരു നമ്പർ -4 എന്ന് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് നമ്പർ ഫൈൻഡ് ചെയ്യുക. വി ഹാവ് എ ക്ലൂ ദാറ്റ് ദ സം ഓഫ് ദീസ് 2 നമ്പേഴ്സ് ഈസ് -4. എടാ, ഈ -4നോട് സമ്മല്ല പ്രൊഡക്റ്റ്, -4നോട് ആര് മൾട്ടിപ്പിൾ ചെയ്താലാ -4 കിട്ടുക? ഹിറ്റ്സ് 1 അല്ലേ? -4നോട് 1 മൾട്ടിപ്പിൾ ചെയ്താൽ -4 അല്ലേ കിട്ടുക? ആണ്. സോ വി ഹാവ് ദ നമ്പേഴ്സ് -4 ആൻഡ് 1. അങ്ങനെയും പറയാട്ടോ, ഒരു ഫാക്ടർ ഓൾറെഡി കിട്ടിയതിനോട്. ഓക്കെ, സോ ഒരു ഫാക്ടർ x -4 ആണ് ആൻഡ് സെക്കൻഡ് ഫാക്ടർ ഈസ് +1 ആയതുകൊണ്ട് x +1. ദീസ് 2 ആർ ദി ഫാക്ടേഴ്സ്. ക്ലിയർ? ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വി ഹാവ് 1 more question. x² + 5x - 7. Consider p of x as x² - 5x -1. ഓക്കെ, -7. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? What should be subtracted from this polynomial to get x -1 as a factor?
ആരാ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? നമുക്കറിയാം പി ഓഫ് 1 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പി ഓഫ് 1 ഷുഡ് ബി സബ്ട്രാക്റ്റഡ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് എക്സ് മൈനസ് 1 ആസ് എ ഫാക്ടർ അല്ലേ? എക്സ് മൈനസ് 1 ഫാക്ടർ ആവണമെങ്കിൽ പി ഓഫ് 1 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. സോ അങ്ങനെ ആണെങ്കിൽ പി ഓഫ് 1 ആരാ? പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 1 മൈനസ് 7. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 7. സോ ദിസ് ഇസ് 6 മൈനസ് 7. 6 മൈനസ് 7 വി നോ ഇറ്റ് ഇസ് മൈനസ് 1. സോ പി ഓഫ് 1 മൈനസ് 1 ആണെന്ന് മനസ്സിലായി. അതായത് മൈനസ് 1 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ മൈനസ് 1 സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. എന്താ മൈനസ് 1 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുക? വി ഹാവ് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 7. ദിസ് ഇസ് അവർ പോളിനോമിയൽ. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം ആരെ? മൈനസ് 1-നെ. എങ്ങനെ അവിടെ 2 മൈനസ് വന്നത്? ഒന്ന് സബ്ട്രാക്ഷൻ്റെ മൈനസ്, രണ്ടാമത്തത് നമ്പർ മൈനസ് 1 അതിൻ്റെ മൈനസ്. സോ ഇറ്റ് വിൽ ബിക്കം എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 അല്ലേ? മൈനസ് 7 പ്ലസ് 1 വരും, അതായത് മൈനസ് 6. സോ ദിസ് ഇസ് അവർ പോളിനോമിയൽ പി ഓഫ് എക്സ്. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറയണ്ട, കാരണം നേരത്തെ നമ്മൾ പി ഓഫ് എക്സ് വേറൊരു പോളിനോമിയൽ എടുത്തിട്ടുണ്ട്, ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇതിൻ്റെ സെക്കൻഡ് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? വി ഹാവ് 1 ഫാക്ടർ ആസ് എക്സ് മൈനസ് 1 അല്ലേ? എക്സ് മൈനസ് 1 ഒരു ഫാക്ടറാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ സമ്മ് 5ഉം പ്രൊഡക്റ്റ് മൈനസ് 6ഉം വരുന്ന 2 നമ്പേഴ്സ് നോക്കുക. സമ്മ് 5ഉം പ്രൊഡക്റ്റ് മൈനസ് 6ഉം വരുന്ന അതിലൊരു ക്ലൂ ഉണ്ട്. ഒരു നമ്പർ 1 മൈനസ് 1 അല്ലേ? അപ്പോൾ മൈനസ് 1-നോട് ആര് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് മൈനസ് 6 കിട്ടുക? ആലോചിച്ചാൽ മതി. മൈനസ് 1-നോട് ആര് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മൈനസ് 6 കിട്ടുക? 6 മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ? മൈനസ് 1ഉം 6ഉം മൈനസ് 6 ആഡ് ചെയ്ത് നോക്കിയാൽ മൈനസ് 1ഉം 6ഉം ആഡ് ചെയ്താൽ 5 റെഡിയാ. അപ്പോൾ 6 ആണ് അടുത്തതെന്ന് മനസ്സിലായി. സോ ദ സെക്കൻഡ് ഫാക്ടർ ഈസ് എക്സ് പ്ലസ് 6. ദീസ് 2 ആർ ദി ഫാക്ടേഴ്സ്. ക്ലിയർ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടർ എന്ത് ചെയ്യുക? നമ്മൾ നോർമലി നമുക്ക് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നതിൻ്റെ ഫാക്ടറാണ് എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഇനി ഇതേ കോൺസെപ്റ്റിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ എഴുതി വെച്ച് പഠിച്ചെന്താ? എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് അല്ലേ? എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ അല്ലേ? എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ എന്ന പോളിനോമിയലിന്റെ ഫാക്ടറാണ്. ശരിയല്ലേ? അഥവാ ഇഫ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0, വാട്ട് വിൽ ഹാപ്പൻ? പി ഓഫ് എന്റെ വാല്യൂ 0 ആയിപ്പോയി എന്ന് വിചാരിക്കുക. Then it will become x minus a is a factor of p of x minus 0. p of a എന്ന് പറഞ്ഞാൽ 0 ആയി മാറി. ഇത് 0 ആയി പോയി. p of x ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ ഒന്നും എഫക്റ്റ് ചെയ്യില്ലല്ലോ. So this will become x minus a is a factor of p of x. That means if p of a is equal to 0, that implies x minus a is a factor of p of x. This is the second important idea related to this concept. Question വരാവുന്ന അടുത്ത ഐഡിയ ഇതാണ്. അതായത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആണിത്. എക്സ് മൈനസ് എന്ന് പറയുന്നത് ആരുടെ ഫാക്ടർ ആണെന്ന് നമുക്കറിയാം? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എൻ്റെ ഫാക്ടർ ആണെന്നറിയാം. എന്നാൽ എക്സ് മൈനസ് എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആവും. എപ്പോന്നറിയോ? പി ഓഫ് എ 0 ആവുമ്പോൾ. ഇത് ഒരാൾ ഫാക്ടർ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഒരാൾ ഫാക്ടർ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ എക്സ് മൈനസ് എ ഫാക്ടർ ആവണോ? പി ഓഫ് എ 0 ആവണം. പി ഓഫ് എ 0 ആണോ? എക്സ് മൈനസ് എ ഫാക്ടർ ആയിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദിസ് ഇസ് ദ തേർഡ് ആൻഡ് ഫൈനൽ ഐഡിയ. 2 കോൺസെപ്റ്റേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ കോൺസെപ്റ്റിലെ ഒരു സബ്ബാണിത്, ഒരു സ്പെഷ്യൽ കേസാണിത്. ഇത് ആണ് മൂന്നാമതായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്. എക്സ് മൈനസ് എ ഫാക്ടർ ആണോ? പി ഓഫ് എ 0 ആയിരിക്കും. പി ഓഫ് എ 0 ആണോ? എക്സ് മൈനസ് എ ഫാക്ടർ ആയിരിക്കും. സിമ്പിൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പോളിനോമിയൽ x² + kx + 6, let it be p of x.
So this is x square plus kx plus 6. What number must be taken as k? K ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. To get polynomial for which x minus 1 is a factor. x minus 1 factor ആവണമെങ്കിൽ k ന്റെ വാല്യൂ എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാ ചോദ്യം. What is the value of k such that x minus 1 is a factor? ഒന്ന് ആലോചിച്ച് നോക്കുക. x minus 1 is a factor എന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ അയാൾ p of x മൈനസ് p of 1 ന്റെ ഫാക്ടറാണ്. പക്ഷെ അവിടെ അല്ല നമ്മളോട് ചോദിച്ചത്. നമ്മളോട് പറഞ്ഞത് p of x മൈനസ് p of 1 ന്റെ ഫാക്ടർ അല്ല, p of x ന്റെ ഫാക്ടർ എന്നാണ് പറഞ്ഞത്. അല്ലേ, പറഞ്ഞ് മനസ്സിലായോ? അതായത് x മൈനസ് 1 എന്ന് പറയുന്നത് ആരുടെ ഫാക്ടർ ആണെന്ന് നമുക്കറിയാം. p of x മൈനസ് p of 1 ന്റെ ഫാക്ടർ ആണെന്ന് അറിയാം, അത് നമുക്കറിയാം. പക്ഷെ ഇവിടെ ചോദ്യം അങ്ങനെയല്ല. ഇവിടെ ചോദ്യം എന്താ? p of x ന്റെ ഫാക്ടറിനെ പറ്റിയാ. ഓക്കെ, p of x ന്റെ ഫാക്ടർ ആവണം. ഇവിടെ എഴുതി വായിച്ചു നോക്ക്. x minus a is a factor of p of x only if p of a is equal to 0. p of a 0 ആകുമ്പോൾ മാത്രം. So x minus 1 ഒരു ഫാക്ടർ ആണെന്ന് പറയണമെങ്കിൽ we can say that p of 1 must be 0. x minus 1 ഫാക്ടർ ആവണമെങ്കിൽ p of 1 0 ആവണം. സോ p of 1 0 എന്ന് ഇവിടെ കൊടുത്താൽ എന്താ കിട്ടുക? p of 1 എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കും അല്ലേ? അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് k ഇൻറ്റു 1 പ്ലസ് 6 ആൻഡ് വി നോ ദിസ് ഇസ് ഈക്വൽ ടു 0. 1 square is 1, k into 1 is k plus 6 is equal to 0. So 1 plus 6 is 7. 7 plus k is equal to 0. So 7 right side ലേക്ക് കൊണ്ടുപോയാൽ k is equal to minus 7 എന്ന് പറയാം. So k should be minus 7. അല്ലേ? k ന്റെ വാല്യൂ minus 7 ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ഓൾസോ ദ അതർ ഫാക്ടർ ഓഫ് ദാറ്റ് പോളിനോമിയൽ. ആ പോളിനോമിയലിന്റെ രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ. കാരണം വി ഹാവ് വൺ ഫാക്ടർ ഇസ് എക്സ് മൈനസ് 1 ആൻഡ് വി വാണ്ട് ടു ഫൈൻഡ് ദ സെക്കൻഡ് ഫാക്ടർ. k ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഇസ് minus 7. സോ വി ഹാവ് ദ പോളിനോമിയൽ ആസ് എക്സ് സ്ക്വയർ മൈനസ് 7x plus 6. So this is our polynomial. And we have x minus 1 as a factor and we want to find the second factor. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്രേ ഉള്ളൂ. നമ്മൾ സ്ഥിരം പരിപാടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -7 മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 6 അല്ലേ? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് അറിയാലോ. ഒരു ഫാക്ടർ ആരാ, ഒരു നമ്പർ ആരാ നമുക്ക് മനസ്സിലായി? -1 ആണെന്ന് മനസ്സിലായി. കാരണം എന്താ? സിൻസ് x minus 1 is a factor. രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? മൾട്ടിപ്പിൾ ചെയ്താൽ 6 വരണമെങ്കിൽ -1 ആര് മൾട്ടിപ്പിൾ ചെയ്യണം? Yes, it should be -6. So -1 -6 ആണ് നമ്പേഴ്സ്. മൾട്ടിപ്പിൾ ചെയ്താൽ 6, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -7. സോ സെക്കൻഡ് ഫാക്ടർ ആരായി? അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ആരായി? ഒന്ന് x minus 1, രണ്ടാമത്തെ x minus 6. ദീസ് ആർ ദി 2 ഫാക്ടേഴ്സ്. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് നോക്കാം നമുക്ക്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി. റൈറ്റ് ദി പോളിനോമിയൽ p of x is equal to x square minus 4 as the product of two first degree polynomials. ഈ പോളിനോമിയലിനെ രണ്ട് പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ, രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ x square minus 4. രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് മീൻസ് വി വാണ്ട് ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ്, റൈറ്റ്? അല്ലേ? ഇവിടെ x ഇല്ലാത്തൊരു പോളിനോമിയലാ. അതെങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, സിമ്പിളാ അല്ലേ? എന്ത് ചെയ്യാ? x square minus 4 can be represented as x square minus 2 square. Now it is of the form a square minus b square and that is nothing but a plus b into a minus b. That is x plus 2 into x minus 2. So these two are the factors. ഇത് രണ്ടിനും ആണ് നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്തു. സിമ്പിൾ ആണ്. 2020 SSLC. Next question. We have p of x is equal to x square minus 7x plus 13. What is p of 3? p of 3 എന്താണെന്നാണ് ചോദ്യം. p of 3 എന്താണ്? p of 3 എങ്ങനെ കാണാം? x ന് പകരം 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ്സ് വെരി സിമ്പിൾ, റൈറ്റ്? അല്ലേ? 3 സ്ക്വയർ മൈനസ് 7 ഇൻറ്റു 3 പ്ലസ് 13. 3 സ്ക്വയർ മീൻസ് 9. 7 ഇൻറ്റു 3 ദാറ്റ് ഈസ് 21 പ്ലസ് 13. പോസിറ്റീവ് ഉള്ളത് 9ഉം 13ഉം ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 22 മൈനസ് 21 ബിക്കം 1. സോ p of 3 എന്ന് പറയുന്നത് 1 ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ അല്ലേ? എ ക്വസ്റ്റ്യൻ ഈസ് ഓവർ. നൗ ലുക്ക് അറ്റ് ദി ബി ക്വസ്റ്റ്യൻ.
Write the polynomial p of x minus p of 3 as the product of two first degree polynomials. Okay. B question പറയണം അറിയോ? p of x minus p of 3 രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ. ഈ p of x ഈ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? വി വാണ്ട് ടു ഫൈൻഡ് ദി ഫാക്ടേഴ്സ്. ആരുടെ ഫാക്ടേഴ്സാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? p of x minus p of 3യുടെ. അപ്പോൾ ആദ്യം ഈ p of x minus p of 3 ആരാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ p of x എഴുതി. p of x ആരാ? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 13 മൈനസ് p of 3 എഴുതി. p of 3 ആരാ? ദാറ്റ് ഈസ് 1. സോ ദിസ് ഇസ് മൈനസ് 1 എന്നായിട്ട് മാറി. സോ ദിസ് ഇസ് p of x മൈനസ് p of 3. ഓക്കെ. സോ ഇത് എന്താ നമുക്ക് കിട്ടുക? ദിസ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ഇങ്ങനെ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞത് represent this as the product of two first degree polynomial. That means we know we want to find the factors of this polynomial. ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സം എന്ന് പറയുന്നത് -7 ആയിരിക്കും, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. ഇങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാൻ. ഇങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഉണ്ടാവുക? സം -7ഉം പ്രൊഡക്റ്റ് 12ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏതുണ്ടാവും? ദേ ആർ ആരൊക്കെ ഉണ്ടാവുക? ദേ ആർ -4 ആൻഡ് -3. സം -7 ആണ്, പ്രൊഡക്റ്റ് 12 ആണ്. സോ ദ ഫാക്ടേഴ്സ് ആർ x-4 ആൻഡ് x-3. ഓക്കെ. അതിൽ ഓരോ കാര്യം ഉണ്ട് കേട്ടോ. ഈ x-3 എന്ന് പറയുന്ന ഫാക്ടർ നമുക്ക് നേരത്തെ തന്നെ കിട്ടും. എന്താ കാരണം? നമുക്കറിയാം p of x മൈനസ് p of 3ൻ്റെ ഒരു ഫാക്ടറാണ് x-3 അല്ലേ? സെക്കൻഡ് കോൺസെപ്റ്റ് അതല്ലായിരുന്നു. p of x മൈനസ് p of 3യുടെ ഒരു ഫാക്ടറാണ് x-3. ഓക്കെ, നേരത്തെ നമുക്ക് അറിയുന്നതാണ്. അങ്ങനെ ചെയ്താലും പ്രശ്നമുള്ള കാര്യമല്ല. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ഹാവ് p of x is equal to 2x square minus 3x plus 1. What number is p of 1? p of 1 ആരാന്നാണ് ചോദ്യം. p of 1 എങ്ങനെ കാണാം? എക്സിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കുക. 2 into 1 സ്ക്വയർ മൈനസ് 3 into 1 പ്ലസ് 1 അല്ലേ? സോ ദിസ് ഇസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 1 into 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്, മൈനസ് 3 into 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, പ്ലസ് 1. 2 minus 3 എന്ന് പറഞ്ഞാൽ -1, -1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ p of 1ന്റെ വാല്യൂ 0 ആണെന്ന് മനസ്സിലായി. p of 1 is 0. വാട്ട് നമ്പർ ഈസ് p of 1 എന്നാണ് ചോദ്യം. അത് 0 ആണെന്ന് മനസ്സിലായി. ബി ക്വസ്റ്റ്യൻ. റൈറ്റ് the first degree polynomial which is a factor of p of x. അതായത് p of x ന്റെ ഫാക്ടർ കാണാനാണ് പറഞ്ഞത്. p of x ന്റെ ഒരു ഫാക്ടർ കാണാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാ. p of 1 0 അല്ലേ കിട്ടി? p of 1 0 അല്ലേ കിട്ടി? അപ്പോൾ ആരാ p of x ന്റെ ഫാക്ടർ? യെസ്, x-1 is 1 factor. അതെങ്ങനെ കിട്ടി? x-1 ഒരു ഫാക്ടറാണ്. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ നമ്മൾ എഴുതി വെച്ചത്? ഇഫ് p of a is equal to 0, that implies x minus a is a factor. p of a 0 ആണോ? x minus a ഫാക്ടർ ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ p of 1 0 ആണെങ്കിൽ ആരാ ഫാക്ടർ ആവുക? x-1 ഫാക്ടർ ആവും. എന്റെ സ്ഥാനത്ത് 1 ഒന്ന് എന്ത് ചെയ്യാ, ഒന്ന് അസ്യൂം ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? p of a is equal to 0. അപ്പോൾ p of 1 is equal to 0 ആണെങ്കിൽ x-a, അതായത് x-1 ഫാക്ടർ ആവും. സോ അത്രേ പറഞ്ഞിട്ടുള്ളൂ. x-1 is a factor. ഇറ്റ് ഈസ് ഫ്രം 2020 മോഡൽ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫൈൻഡ് p of 1 if p of x is equal to x² plus 2x plus 5. അതായത് നമുക്ക് തന്നിട്ടുള്ളത് p of x is equal to x² plus 2x plus 5 എന്നാണ്. ഒന്നാമത്തെ ചോദ്യം p of 1 എന്താണ്? p of 1 എങ്ങനെ കാണാം? ഇറ്റ്സ് സിമ്പിൾ. എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക അല്ലേ? ലൈക്ക് ദിസ്. സോ 1² മീൻസ് 1, 2 into 1 മീൻസ് 2 പ്ലസ് 5. 1 plus 2 3, 3 plus 5 എന്ന് പറയുമ്പോൾ എന്തായി മാറി? 8 എന്ന് നമുക്ക് കിട്ടി. സോ p of 1 8 ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x-1 is a factor of x² plus 2x plus k, what number is k?
എങ്ങനെയാ? എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഞാൻ അതിന് പേര് കൊടുക്കാണ് പി ഓഫ് എക്സ് എന്നുള്ളത്. ഓക്കെ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആര്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എന്താണ്? ഇത്തരം ഒരു ചോദ്യം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെ നമ്മൾ ചെയ്യാം? എക്സ് മൈനസ് 1 ഫാക്ടർ ആണോ? അങ്ങനെയാണ് എങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഏത് കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്? ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്. എക്സ് മൈനസ് എ ഫാക്ടർ ആണോ? പി ഓഫ് എ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് 1 ഫാക്ടർ ആണോ? എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ എന്ന് പറയണോ? അങ്ങനെയാണെങ്കിൽ പി ഓഫ് 1 0 ആയിരിക്കും. സോ നമ്മൾ ട്രൈ നോക്കുക. പി ഓഫ് 1 എങ്ങനെ കാണാം? എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. സോ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0 എന്നർത്ഥം അല്ലേ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 ആയി. 3 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് കെ ഇസ് ഈക്വൽ ടു 3 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ -3 എന്ന് നമുക്ക് കിട്ടും അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ ഇടത് എക്സ് മൈനസ് 1 ആണ് ഫാക്ടർ എങ്കിൽ. സിമ്പിൾ. ആൻഡ് വി ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വി ഹാവ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 5x പ്ലസ് 7. Then what number is P of 2? P of 2 എന്താണെന്നാണ് ചോദ്യം. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെയൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? P of 2 എന്താണ്ടാവുക? എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പൊ 3 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 7 എന്നായിട്ട് മാറി. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 3 ഇൻറ്റു 4 എന്ന് പറയുമ്പം 12 മൈനസ് 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10 പ്ലസ് 7 അല്ലേ? 12ൽ നിന്ന് 10നെ സബ്ട്രാക്ട് ചെയ്താൽ 2, 2നോട് 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9. സോ വി ഹാവ് ഇറ്റ് ഈസ് 9 ആണെന്ന് മനസ്സിലായി. പി ഓഫ് 2 അല്ലേ? ആ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റൈറ്റ് ദി പോളിനോമിയൽ ഗോട്ട് ബൈ സബ്ട്രാക്ടിങ് പി ഓഫ് 2 ഫ്രം പി ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് 2നെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന പോളിനോമിയൽ എഴുതാൻ. പി ഓഫ് എക്സ് ആരാ? 3x സ്ക്വയർ മൈനസ് 5x പ്ലസ് 7. അതിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യണം? പി ഓഫ് 2നെ സബ്ട്രാക്ട് ചെയ്യണം. അതായത് 9നെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക? വി ഹാവ് 3x സ്ക്വയർ മൈനസ് 5x 7 മൈനസ് 9 എന്ന് പറയുമ്പോൾ -2. സോ വി ഹാവ് ദിസ് പോളിനോമിയൽ. ഇതാണ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുക. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. റെപ്രസെന്റ് ദിസ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. പക്ഷേ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലാത്തത് കൊണ്ട് ഇത് ശരിക്കും 3rd സെഷനിൽ മൂവ് ചെയ്യും. അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പെട്ടതല്ല. സോ അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത്. അങ്ങനെ ചെയ്യാം. അപ്പോൾ പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്റർ ശരിക്ക് ഒരു 3 കോൺസെപ്റ്റുകൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തത് എങ്ങനെയാണ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാം അല്ലേ? അത് 2 രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ റെപ്രസെന്റ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. 2 ചോദിച്ചാലും ഫാക്ടേഴ്സ് ആണ്. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞത് 2 ഐഡിയാസ്. ഒന്ന്, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എയുടെ ഫാക്ടർ ആണ് എക്സ് മൈനസ് എ. 2, എക്സ് മൈനസ് എ ഫാക്ടർ ആവണമെങ്കിൽ പി ഓഫ് എ 0 ആയിരിക്കണം. പി ഓഫ് എക്സിന്റെ കാര്യത്തിൽ ഈ കാര്യം ക്ലിയർ. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സെക്കൻഡ് സെക്ഷൻ കൺഫ്യൂഷൻ ഇവാൻ കുറച്ചൊന്ന് ആലോചിക്കുക, സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബെസ്റ്റ് വിഷസ്. സോ താങ്ക് യു.